ഹലോ എവരിവൺ, എല്ലാവർക്കും കോട്ടയം കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ബാൽക്കണിയിലെ ചീര കൃഷിയാണ് കാണിച്ചു തരുന്നത്. എല്ലാ വർഷവും സമ്മറിൽ ഞാൻ ഇതുപോലെ ചെറിയ രീതിയിൽ ചീര കൃഷി ചെയ്യാറുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചീര ഇതുപോലെ കിട്ടാറുണ്ട്. നല്ല പോഷക ഗുണമുള്ള ചീരയാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ചീര കറി വെച്ച് കൊടുക്കുന്നത്. ചീര വെച്ച് തോരൻ വെക്കാം. പിന്നെ ഇന്ന് ഞാൻ ചീര കൊണ്ട് എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം. അതിനുവേണ്ടി ചീര ഒന്ന് കഴുകിയെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഇലകളെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് പരിപ്പ് വേവിച്ചെടുക്കണം. തുവരപ്പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് യൂസ് ചെയ്യാം. അതൊന്ന് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളുത്തുള്ളിയും കായപ്പൊടിയും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് ചീര അരിഞ്ഞെടുക്കാം. പരിപ്പ് കുക്ക് ചെയ്തെടുത്താണിത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്ത് ചെറിയ തീയിൽ വേവിക്കാൻ വെക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. ഇഞ്ചിയും പച്ചമുളകും കുറച്ച് മഞ്ഞളും ജീരകവും ചേർത്ത് തേങ്ങയുടെ അരപ്പ് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ വറുത്തിടുക. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണിത്. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.